ചോദിക്കാം. ഇന്ത്യാസെ, വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓണം മൊത്തത്തിൽ വെള്ളത്തിലായി, ഇനി അങ്ങോട്ട് മഴ മാത്രമാണല്ലേ? ജയലക്ഷ്മി, തീർച്ചയായിട്ടും മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നില്ല. പക്ഷേ നേരിയ തോതിൽ ഇടവിട്ട് മഴ പെയ്യുന്നുമുണ്ട്. അന്തരീക്ഷമൊക്കെ ആകെ മൂടിക്കെട്ടി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതലൊക്കെ നേരിയ തോതിൽ ഇടവിട്ട് മഴ പെയ്തിരുന്നു. ഇന്ന് രാവിലെ ആകുമ്പോഴും സമാന സ്ഥിതി തന്നെ തുടരുകയാണ്. മറ്റു ജില്ലകളിലും അതുപോലെ തന്നെ മലപ്പുറം അടക്കമുള്ള ജില്ലകളിലും സമാന സ്ഥിതി തുടരുകയാണ്. താമരശ്ശേരി ചുരത്തിൽ ഇന്നലെ മുതൽ ഗതാഗത നിരോധനം ഒഴിവാക്കിയിരുന്നു. നിബന്ധനകളോടെയാണ് ഒഴിവാക്കിയത്. പക്ഷേ അതിൽ ഈ മഴ കനക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചുരം വഴിയുള്ള യാത്ര ഒരു പക്ഷേ നമുക്ക് അരുണിനോട് ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. അരുണെ, മലപ്പുറത്ത് ഇപ്പോൾ മഴ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? അതേപോലെ തന്നെ ഈ ഒരു താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗത നിയന്ത്രണം പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നുണ്ടോ? എന്താണ് നിയന്ത്രണങ്ങൾ? നമുക്ക് അരുണിലേക്ക് എത്താം. അതിനു മുമ്പ് നമുക്ക് രാഗിനിലേക്ക് ഒന്ന് പോകാം. രാഗിൻ, ഇപ്പോ മൊത്തത്തിൽ അങ്ങനെ ഓണം മഴ കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ന് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു കൊച്ചിയിൽ. ചെറിയ ചാറ്റൽ മഴ രാവിലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാനം തെളിഞ്ഞു വരുന്നുണ്ട്. വരും മണിക്കൂറുകളായിരിക്കും ഇനി എങ്ങനെയാണ് അതിൻ്റെ ഗതി എന്ന് നമുക്ക് പറയാൻ കഴിയുക. മിനിഞ്ഞാന്ന് കൊച്ചിയിൽ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ ഒരിടം ആലുവയായിരുന്നു. വലിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മഴ അല്പം കുറഞ്ഞു. ഇന്ന് കുറച്ചുകൂടി കുറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ തീരമേഖലയിൽ പറയുന്ന കടലാക്രമണം അത് ചെറിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പ്രശ്നമില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കിഴക്കൻ മേഖലകളിൽ ചൂണ്ടി, അതോടൊപ്പം തന്നെ കൂത്താട്ടുകുളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ കിട്ടിയത്. ഇപ്പോൾ അവിടെയും മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിലും പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അൺപ്രഡിക്റ്റബിൾ. കൊച്ചിയിലെ അവസ്ഥ അതാണ്. പെട്ടെന്ന് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിലും വളരെ പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ മഴയൊന്നുമില്ല. പക്ഷേ എപ്പോ എങ്ങനെ എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളതാണ്. നമുക്കിനി അരുണിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. അരുൺ, മലപ്പുറത്ത് ഇപ്പോൾ മഴയുണ്ടോ? അതേപോലെ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങളോടെ പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അരുൺ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസത്തിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ മുതൽ തന്നെ ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം KSRTC ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമായി തന്നെ കടത്തിവിടുന്നുണ്ട്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണം. അതായത് വലിയ കണ്ടെയ്നറുകൾ പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണമുള്ളത്. കൃത്യമായ ഒരു നിരീക്ഷണം അപ്പോഴും തുടരുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഒരു സംഘമുണ്ട്, പോലീസിൻ്റെ സംഘം ചുരത്തിൽ നിരീക്ഷണമുണ്ട്. പ്രത്യേകിച്ചും ഞാൻ നിൽക്കുന്ന ഈ മേഖലയൊക്കെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെയൊക്കെ സഞ്ചാരികൾ സാധാരണ വാഹനം നിർത്തി സമയം ചെലവഴിക്കാറുള്ള സ്ഥലമാണ്. അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കാലാവസ്ഥ ഇപ്പോൾ ശക്തമായ മഴ നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. ഇടവിട്ടുള്ള മഴയുണ്ട്. മഴയുടെ സാഹചര്യം അനുസരിച്ച് കൂടിയാകും വേണ്ട നടപടികളൊക്കെ, ഈ ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുക. മഴ ശക്തമാവുകയാണെങ്കിലേ കൂടുതൽ നിയന്ത്രണത്തിൻ്റെ ആവശ്യമുള്ളൂ. നിലവിൽ കാര്യങ്ങൾ പഴയതുപോലെ തന്നെ വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. ഈ പാറയുടെ ഉൾപ്പെടെ സ്ഥിതി പരിശോധിക്കാനായി പ്രത്യേക സംഘത്തിൻ്റെ GPR ഉൾപ്പെടെയുള്ള പരിശോധനയുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ്. മലപ്പുറത്തെ ജയലക്ഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഒറ്റപ്പെട്ട മഴ തന്നെയുള്ളൂ, ഇടവിട്ടുള്ള മഴയാണുള്ളത്. ശക്തമായ മഴ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ആകെയുള്ള ഒരു നിലവിലെ സാഹചര്യമായി പുരോഗമിക്കുന്നത്. ജയലക്ഷ്മി. ശരി അരുൺ. എന്തായാലും മലപ്പുറത്ത് ഇടവിട്ടുള്ള മഴയാണുള്ളത്, വലിയ ശക്തമായിട്ടുള്ള മഴയില്ല എന്നുള്ളതാണ് അരുൺ പറയുന്നത്. അതേപോലെ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രണങ്ങളോടെ പുനരാരംഭിച്ചിട്ടുണ്ട്. മൾട്ടി ആക്സിൽ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല എന്നൊരു വിവരം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ പറഞ്ഞത്. എസ് രാഗിനും ഇംതിയാസും അരുണും TS ഹരികൃഷ്ണയുമായിരുന്നു ഉണ്ടായിരുന്നത്.